നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം ഡയബറ്റീസ് റിസർച്ച് സെൻ്റർ. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് കാണുന്ന ഒരു ചെടി. അപ്പോൾ ആ ചെടിയെക്കുറിച്ച് ഉള്ള പറയണം. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, തെറ്റി മന്ദാരം തുളസി. ഈ പാട്ട് കേൾക്കാത്ത ഒരു മലയാളി ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഇതിൽ ഈ തെറ്റി നമ്മുടെ എല്ലാ വീടുകളിൽ ഉള്ള ഒരു ചെടിയാണ്. നിറയെ പൂത്ത് നിൽക്കുന്ന ചെടി. രാവിലെ നോക്കുമ്പോൾ നിറച്ച് പൂത്ത് നിൽക്കുന്ന ചെടിയാണ് മിക്കവാറും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനായിട്ടാണ്. ഇതിൽ ധാരാളം ഫൈറ്റോ കെമിക്കൽസ്, ഫ്ലാവിനോയിഡ്സ്, സാപ്റ്റോണിൻസ്, ഫൈറ്റോ ഹോർമോൺസ്, ആൽക്കലോയിഡ്സ്, ടാനിൻസ്, ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ ഇലകളും പൂവും റൂട്ട്സ്, വേരുകളും നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ വയറിൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പോൾ മലപ്പിടുത്തത്തിന് ഉപയോഗിക്കാം. അതുപോലെ ദഹനക്കേട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതേപോലെ ഇപ്പം വയറിളക്കത്തിന്, ഡിസെൻട്രി, ഇതിനെല്ലാം ശുദ്ധമായ ഔഷധമാണ്. നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മളതിനെ വറുത്ത് പൂജയ്ക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഇത്രയും ഉപയോഗങ്ങളുള്ള സാധനമാണ്. ഈ ഉണങ്ങാത്ത വ്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേര് അരച്ചിട്ട് കഴിഞ്ഞാൽ ഉണങ്ങും. ഒരു 7 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കിട്ടും. അതുപോലെ വയറുവേദനയ്ക്ക്, അതുപോലെ സ്ത്രീകളിലൊക്കെ ഉണ്ടാകുന്ന ഈ വെള്ളപ്പോക്ക്, പിന്നെ അതുപോലെ പീരീഡ് സമയത്തുള്ള വേദനയ്ക്കൊക്കെ ഇതിൻ്റെ ഇല ഒരു ഡിക്കോക്ഷനാക്കി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന കുറയും. 2-3 ഇതിന് കുറച്ച് ഇലകൾ പറിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് അതൊരു 1/2 ഗ്ലാസ് ആക്കിയിട്ട് കുടിച്ചാൽ മതി. അപ്പോൾ അതേപോലെ ഇത് പിന്നെ നമുക്ക് ദഹനത്തിന് നല്ലതാണ്. അതായത് ഈ ദഹനേന്ദ്രിയത്തിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ടാവാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനൊക്കെ ഡിക്കോക്ഷൻ ഉണ്ടാക്കി കുടിച്ചാലും മതി. പിന്നെ ഇതിൻ്റെ വേര് ഉണക്കി പൊടിച്ച് പിന്നെ വെള്ളത്തിൽ കലക്കി കുടിച്ചാലും ഇത് വളരെ ഗുണമുള്ളൊരു സാധനമാണ്. മലമ്പിടുത്തമൊക്കെ ഉള്ളവർക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മലം. പിന്നെ അതേപോലെ ഈ ഇക്കിള് വരുന്നവർക്ക് ഇപ്പോൾ ഡയബറ്റീസൊക്കെ ഉള്ള ധാരാളം പേർക്ക് കഴിക്കുമ്പോൾ ഇക്കിള് വരുന്നെന്ന് പറയും. അപ്പോൾ ആ ഇക്കിള് വരുന്നവർക്ക് ഇതിൻ്റെ ഇല ഡിക്കോക്ഷനാക്കി കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഇക്കിള് മാറിക്കിട്ടും. പിന്നെ പനിക്ക് നല്ലതാണ്. അതേപോലെ അനേകം രോഗങ്ങൾക്ക് നല്ലതാണ്. ഇതിൻ്റെ പിന്നെ പൂവോ ഇലയോ തലേ ദിവസം ഇട്ട് വെച്ച വെള്ളത്തിൽ കണ്ണ് മുക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ ചുവപ്പ് നിറം, കണ്ണിൻ്റെ ഇൻഫ്ലമേഷൻ, ഈ ഡയബറ്റീസ് വന്നിട്ട് കണ്ണിനുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ വളരെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ചെറ്റിയെ കാണുമ്പോൾ വളരെ ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും നോക്കുക. ഇതിൻ്റെ കായ്കളും നമ്മൾ പറിച്ച് തിന്നാറുണ്ട്. ഓക്കെ, ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ തെറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ചെറിയ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.